വിശദമായ വാർത്തയിലേക്ക്. എറണാകുളം കളമശ്ശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി ട്രെയിൻ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. ആളപായമില്ല. ചരക്ക് വണ്ടിയാണ് പാളം തെറ്റിയിരിക്കുന്നത്. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, എപ്പോഴാണ് എങ്ങനെയാണ് അപകടമുണ്ടായിരിക്കുന്നത്? ആളപായമില്ലല്ലോ. മറ്റു ട്രെയിനുകളെ ബാധിക്കാനുള്ള സാധ്യത, വിവരങ്ങൾ? ധന്യ, ആളപായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അല്പസമയം മുൻപാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. അത് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഈ ഗുഡ്സ് ട്രെയിൻ അത് ഷഡ്ഡിംഗ് ചെയ്യുകയായിരുന്നു. അതായത് ഒരു സ്ഥലത്ത്, അതായത് ഈ പാളത്തിന്റെ അവസാനം നിർത്തി ഇടാനായി ട്രെയിൻ പോകുന്നതിനിടെയാണ് ഇത് മുന്നോട്ടേക്ക് ട്രെയിൻ കൂടുതൽ മുന്നോട്ടേക്ക് പോയി പാളം കഴിഞ്ഞ് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ബാരിക്കേഡും ഇടിച്ച് ഈ ട്രെയിൻ മുന്നോട്ട് പോവുകയായിരുന്നു. മുന്നോട്ട് പോയിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. സമീപത്തെ വൈദ്യുതി കണക്ഷനുകൾ എല്ലാം തന്നെ താളം തെറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ട്രാക്കിന് സമീപത്തും ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം നേരിട്ടിട്ടുണ്ട്. എന്തായാലും ആളപായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗതം പുനരാരംഭിക്കാനുള്ള ഒരു നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് ആലുവ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതത്തെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത ട്രാക്കിലെ അടക്കം വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റിലാണ് ഈ ട്രെയിൻ ഇടിച്ചത്. ആളപായമോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ സമയത്തിൽ വ്യത്യാസമോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങളോ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടോ? നിലവിൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമല്ല. നിലവിൽ അത്തരത്തിൽ റീഷെഡ്യൂൾ ചെയ്തതായി അറിയില്ല. റീഷെഡ്യൂൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപാണ് അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ആലുവ ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള കളമശ്ശേരി ആലുവ പ്രദേശത്തേക്കുള്ള ട്രെയിൻ ഗതാഗതത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഈ ട്രെയിൻ ആ ഭാഗത്തേക്കുള്ള ട്രെയിനുകളെ ഇത് ബാധിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി ലിഡിയ. ചരക്ക് ട്രെയിനാണ് പാളം തെറ്റിയിരിക്കുന്നത്. ആളപായമൊന്നുമില്ല. ചരക്ക് ട്രെയിൻ കളമശ്ശേരിയിലാണ് പാളം തെറ്റിയത്. നിലവിൽ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ ഒഴിച്ചാൽ മറ്റ് തടസ്സങ്ങൾ ഒന്നും ഇതുവരെ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഷെഡ്യൂളിൽ മറ്റ് ട്രെയിനുകളുടെ സമയത്തിൽ ചെറിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏറെ സമയമെടുക്കും ഈ വൈദ്യുതി ശരിയാക്കാൻ എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെഡിലേക്ക് ഇടാൻ കൊണ്ടുപോയിരുന്ന ചരക്ക് ട്രെയിനാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. കളമശ്ശേരിയിലാണ് ചരക്ക് ട്രെയിനിന്റെ പാളം തെറ്റിയിരിക്കുന്നത്. ലിഡിയ വീണ്ടും ചേരുന്നുണ്ട്. ലിഡിയ, ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഷെഡിലേക്ക് കയറ്റാനുള്ള വണ്ടിയായിരുന്നു എങ്കിൽ പോലും ചരക്കുണ്ടായിരുന്നോ ഇല്ലെങ്കിൽ എപ്പോൾ എടുക്കാനുള്ളതായിരുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. അതിന് ബദൽ മാർഗങ്ങൾ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് മറ്റേതെങ്കിലും വണ്ടി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമായോ? ധന്യ, തീർച്ചയായും ഇത് ഷെഡിലേക്ക് കയറ്റാനുള്ള ഷെഡിങ് ചെയ്യാനുള്ള ട്രെയിൻ ആയിരുന്നു, ചരക്ക് തീവണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ എന്താണ് ചരക്കോ കാര്യങ്ങളോ ഉള്ളത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമല്ല. ഇത് ഷെഡിങ് ചെയ്യുന്നതിന് തൊട്ടു മുൻപായി നിയന്ത്രണം വെച്ച് മുന്നോട്ടേക്ക് പോവുകയും ഈ ബാരിക്കേഡുകളെല്ലാം തകർത്ത് മുന്നോട്ട് പോയി വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയുമായിരുന്നു. പാളം തെറ്റിയിട്ടാണ് ഇത്തരത്തിൽ വൈദ്യുതി പോസ്റ്റിൽ ഈ തീവണ്ടി ഇടിച്ചു നിന്നത്. നിലവിൽ ചരക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. എന്താണ് ചരക്കുള്ളത് എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. ഈ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചതിനാലാണ് ഇത്തരത്തിൽ വൈദ്യുതി കണക്ഷനുകൾ തടസ്സപ്പെട്ടിട്ടുള്ളത്. അത് ത്വരിതഗതിയിൽ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളും, അതായത് ഈ ട്രെയിൻ റീഷെഡ്യൂൾ ചെയ്യാനുള്ള നടപടികൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.